ഒല്ലൂര് നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഈസ്റ്റർ ആയതിന് ചെറിയൊരു ആലസ്യമൊക്കെ നമുക്ക് കാണുന്നുണ്ട്. പലയിടത്തും ആളുകളൊക്കെ വളരെ കുറവാണ്. നമ്മൾ രാവിലെ തന്നെ മാർക്കറ്റിലൊക്കെ പോയി നോക്കി, പക്ഷേ അവിടെയും ആളുകൾ കുറവാണ്. രാവിലെയൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ആളുകൾ പോയി എന്നാണ് അവിടെ നിന്നുള്ള ആളുകളൊക്കെ പറയുന്നത്. ഏതായാലും ഒല്ലൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി പറയാനുള്ളത്, എല്ലാ തവണയും ഭരിക്കുന്ന പാർട്ടിയോടൊപ്പം വിജയിക്കുന്ന പാർട്ടിയോടൊപ്പം നിൽക്കുന്ന രണ്ട് മണ്ഡലങ്ങളുണ്ട് കേരളത്തിൽ. അതിലൊന്നാണ് ഒല്ലൂര് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒല്ലൂര് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സുവോളജിക്കൽ പാർക്ക് തന്നെയാണ്. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് അത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ വിശേഷതകൾ ഏറെയാണ് ഒല്ലൂരിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോഴും പറയാനുള്ളത് ഒല്ലൂർ ആർക്കൊപ്പം നിൽക്കും എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം മാറി മാറി ഇതുവരെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസിനെയും അതുപോലെ തന്നെ LDFനെയും ഒക്കെ തന്നെ വിജയിപ്പിച്ച് മുന്നോട്ട് വരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അറിയേണ്ടിയിരിക്കുന്നു ഒല്ലൂർ ആർക്കൊപ്പമാണ് എന്ന്. അപ്പോൾ ഒല്ലൂർ നമ്മൾ പറഞ്ഞല്ലോ, രാവിലെ തൊട്ട് ഈസ്റ്ററിൻ്റെ ചെറിയ ആലസ്യതകളൊക്കെ ഇവിടെ ഉണ്ട്. പ്രധാനപ്പെട്ടത് ആർക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ. കഴിഞ്ഞ 10 വർഷമായി നോക്കുകയാണെങ്കിൽ റവന്യൂ മന്ത്രി കെ രാജൻ്റെ മണ്ഡലമാണ്. ഇവിടെ സംസാരിക്കുന്നവരോടൊക്കെ ചോദിക്കുമ്പോൾ രാജേട്ടൻ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഉയരുന്നുമുണ്ട്. നമുക്കറിയാം, അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 മന്ത്രിമാരുടെ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട 5 മന്ത്രിമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ മുൻപന്തിൽ നിൽക്കുന്നൊരു പേരാണ് കെ രാജൻ എന്നുള്ള കാര്യം. അപ്പോൾ മറുവശത്ത് നിൽക്കുന്നത് UDF ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത് ഷാജി കൊടങ്കണ്ടത്തിനെയാണ്. നമുക്കറിയാം, പാലിയേക്കര ടോൾ പ്ലാസയുടെ വിഷയമൊക്കെ വന്ന സമയത്ത് മുൻപന്തിയിൽ നിന്ന് സമരം നയിക്കാനും അതുപോലെ തന്നെ നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോകാനും ഒക്കെ മുൻപന്തിയിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഷാജി കൊടങ്കണ്ടത്തിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. മറ്റൊന്ന്, സാമുദായിക സമവാക്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ടല്ലോ. കെ രാജൻ തീർച്ചയായും സഭകൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഷാജി കൊടങ്കണ്ടത്തിൽ, അദ്ദേഹവും സഭകൾക്ക് വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. സഭകളുമായി, ക്രൈസ്തവ സഭകളുമായി ആത്മബന്ധമുള്ള ഒരു വ്യക്തി കൂടി തന്നെയാണ്. അതുപോലെ തന്നെയാണ് BJPയുടെ വിജയ് തോമസും. അപ്പോൾ ആർക്കൊപ്പം ഒല്ലൂരുകാർ നിൽക്കുമെന്നുള്ള കാര്യം ഇപ്പോഴും സസ്പെൻസ് തന്നെയാണ്. അത് അറിയേണ്ടിയിരിക്കുന്നു. ഏതായാലും നമ്മളിപ്പോൾ ഒരു ചായക്കടയിലാണുള്ളത്. ഞായറാഴ്ചയാണ്, നമുക്കറിയാം. അപ്പോൾ ആളുകളൊക്കെ ഉണ്ട് ചായ കുടിക്കാൻ. നമ്മൾ ഇവിടെ നേരത്തെ വന്ന് ചായ കുടിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ചോദിക്കാം നമുക്ക് ഇവിടെയുള്ള ആളുകളോട് തന്നെ എന്തൊക്കെയാണെന്ന്. ചേട്ടാ, ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, ഈസ്റ്ററാണ്, അങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടോ? കുഴപ്പമില്ലാണ്ട് ഗ്യാസിൻ്റെ ഒക്കെ വില കൂടി വരികയാണ്. മെനു കാർഡൊക്കെ ചുരുക്കേണ്ട അവസ്ഥ വന്നു. പിന്നെ ഐറ്റംസ് കുറയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അതിപ്പോൾ നമുക്ക് പ്രശ്നം പൊതുവായി പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ സ്ഥാപനം നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. സ്ഥാപനം എടുത്ത ഒരാളല്ലേ, എല്ലാ പാർട്ടിയുടെ ഒരുപോലെ വേണ്ടവരല്ലേ. അങ്ങനെ എന്നാലൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ് ഈ വർഷങ്ങളിലൊക്കെ ഒല്ലൂർ എങ്ങനെയാണ്, വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇനി ആര് ജയിച്ചാലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അത്ര തന്നെ. ഇനിയൊരു മാറ്റം വേണം, വേണ്ടേ? വോട്ട് മാറ്റം എവിടെയും മാറ്റാൻ കാര്യമാണ്. ആരായാലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതാല്ലേ? ഒല്ലൂർ മണ്ഡലം തന്നെയല്ലേ? അതെ അതെ അതെ. വോട്ട് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. പിന്നെന്താ, ആളുകളോട് ചോദിക്കാം. ചേട്ടാ, വോട്ടുണ്ടോ? വോട്ടുണ്ട്. എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഒരു മാറ്റം ഉണ്ടാവുമോ? ഒരു മാറ്റത്തിനൊപ്പം നിൽക്കണമെന്നാണോ, അതല്ല ഇങ്ങനെ തന്നെ പോട്ടെ? അല്ലല്ലോ, മാറ്റം ഉണ്ടാവണല്ലോ. നല്ല വോട്ട് ചെയ്തിട്ട് കാര്യമുള്ളൂ നമ്മള്. അപ്പൊ മാറ്റത്തിനാണ് വോട്ട്. ആണ്. നിലവിലിപ്പോ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? ഇപ്പൊ പണ്ടത്തെ ചങ്ങല തങ്ങുമ്പോ തന്നെ അങ്ങനെയാണ്. ഇനിയിപ്പോ മാറ്റം വരണം. ഇപ്പൊ നല്ല പുതിയ പാർട്ടിക്കാർ കയറി അത് നല്ലൊരു ഇതൊക്കെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് നല്ല ആൾക്കാരെ നോക്കിയിട്ട് വോട്ട് ചെയ്യുക. അവർ ജയിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സഹായങ്ങൾ വേണം. ഇതുവരെ സഹായങ്ങൾ ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ്. ചേട്ടാ, ഒല്ലൂർ മണ്ഡലമാണോ? അല്ല, എന്നാലും തെരഞ്ഞെടുപ്പാണല്ലോ, എങ്ങനെയാണ് കാണുന്നത്? മൊത്തം ഒരു വ്യത്യാസം വേണം. ഒരു വ്യത്യാസം വേണം. അപ്പോൾ വോട്ട് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. അതെ അതെ, തീർച്ചയായിട്ടും. പക്ഷേ ഇപ്പോൾ ഈ നമ്മൾ നോക്കുകയാണെങ്കിലേ പാചകവാതകത്തിനൊക്കെ പൈസ കൂടുകയാണ്, അത് കൂടെ പ്രശ്നമാണല്ലോ. അപ്പോൾ മൊത്തത്തിൽ എങ്ങനെയാണ് കാണുന്നത്? അല്ല, മൊത്തത്തിൽ കംപ്ലീറ്റ് ഒരു വ്യത്യാസം വേണം എല്ലാ നിലയ്ക്കും. അല്ലാണ്ട് ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഇവിടെ പഠിച്ചു കഴിഞ്ഞ് പിള്ളേർക്ക് ഇവിടെ ജോലി ഉണ്ടാ, ഏതെങ്കിലും ഫാക്ടറി ഉണ്ടാ കേരളത്തിൽ? നമ്മൾ UP മറ്റൊക്കെ പറയണമെന്ന് വെച്ചാൽ ആദ്യം UP ഒരു ഫാക്ടറി ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കുമോ UP കാര്യം. കേരളത്തിലെ എവിടെ ഫാക്ടറി ഉള്ളതൊക്കെ കൊടികുത്തി ആകെ സത്യനാശാക്കി പൂട്ടി. ഇപ്പം മറ്റുള്ള നമ്മുടെ മക്കളെ എവിടെ ജോലിക്ക് വേണമെങ്കിൽ പുറത്തേക്ക് പോകണം. എവിടെ തപ്പിപ്പിടിച്ച് വേറെ ആദ്യം UP ആൾക്കാർ ഇവിടെ വന്നായിരുന്നു ജോലിക്ക് വേണ്ടി. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകേണ്ട ഗതികേടാ. ഇതെങ്ങനെ വന്നു? ആലോചിക്കേണ്ട കാര്യം. അപ്പോൾ മൊത്തത്തിലൊരു വ്യത്യാസം വേണം, വികസനം വരണം എന്നൊക്കെയാണ് പറയുന്നത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.